അതല്ല ഗ്യാസിന്റെ അതാണ് ഗ്യാസിന്റെ ഗ്യാസ് എ സി വെച്ചിട്ടുണ്ട്. കുളത്തൂപ്പുഴയിൽ ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ അഗ്നിബാധയുടെ ദൃശ്യങ്ങളാണിത്. ഫർണിച്ചർ ഷോപ്പ് അടക്കം 3 കടകൾ അഗ്നിക്കിരയായി. വ്യാപാരികൾക്കുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. ശരിക്കും പറഞ്ഞ 3:45 ഇവിടെ തീ കത്തുന്നു. 5:05 ഇവിടെ ഫയർ വന്നത്. പക്ഷെ അടുത്ത പ്രദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ദുരൂഹത ഉണ്ടാവത്തില്ലായിരുന്നു. ജീവിതം മാർഗം ഇനി നാളെ തൊട്ട് എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയാതെ ഞങ്ങൾ വഴിയോരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഇതിനൊരു 6 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. ജീവിതം തകർന്നു നിൽക്കുകയാണ് ഈ കടയുടമ. സമീപത്ത് ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരിതം ഏൽക്കേണ്ടി വരില്ലായിരുന്നു. പുള്ളിക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നത്. പെട്ടെന്ന് അത് ചാരമായി പോയപ്പോഴത്തേക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുളത്തൂപ്പുഴയുടെ വന തോട്ടം മേഖലകളിൽ അഗ്നിബാധ പതിവാണ്. തീപിടുത്തം പതിവായതോടെയാണ് ജനങ്ങൾ ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഫയർ സ്റ്റേഷന് അനുവദിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ പലയിടത്തും കണ്ടെത്തി പഞ്ചായത്ത് ഉണ്ട്. പഞ്ചായത്തും ജനപ്രതിനിധികളും മുന്നിട്ട് ഇറങ്ങിയാലേ ഇത് സാധ്യമാകത്തുള്ളൂ. ഇനിയും വ്യാപാരഭവനും മറ്റുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതിനു ശേഷം ഇതുണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് എന്തോ കാര്യം. കുളത്തൂപ്പുഴയിൽ ഫയർ സ്റ്റേഷൻ എന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള വാഗ്ദാനമാണ്. സ്ഥലം കണ്ടെത്താനുള്ള പരിശോധന അടക്കം നടന്നു. ഇത് ഫലവത്താകാതെ വന്നതോടെ ഫയർ സ്റ്റേഷൻ സമീപപ്രദേശമായ തെന്മലയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ചുരുക്കത്തിൽ കുളത്തൂപ്പുഴയിൽ അഗ്നിബാധയുണ്ടായാൽ അത് കെടുത്താൻ പ്രദേശവാസികൾ തന്നെ മുൻകൈയെടുക്കണം. ഫയർ സ്റ്റേഷൻ അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട വ്യാപാരികൾ കഴിഞ്ഞ ദിവസം കുളത്തൂപ്പുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.